ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന കിടിലായിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പേടിഎം ക്യാഷും കൂടാതെ ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് ഫ്രീ ഫയർ ഡയമണ്ട് ആയിട്ടും പബ്ജി കളിക്കുന്നവർക്ക് പബ്ജി യൂസ് ചെയ്തിട്ടും പിന്നെ റെഡീം കോഡ് വേണമെങ്കിൽ നമുക്ക് റെഡീം കോഡ് റെഡീം ചെയ്യാൻ പറ്റിയൊരു കിടില ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ കണ്ടിരിക്കുക. ഈ ആപ്ലിക്കേഷൻ ഒരു കിടിലൻ ട്രിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ പേടിഎം ക്യാഷും കൂടാതെ ഫ്രീ ഫയർ ഡയമണ്ടോ റെഡീം കോഡൊക്കെ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു 10 രൂപ പേടിഎം ക്യാഷ് കിട്ടുന്ന ഒരു ഓഫർ നമ്മൾ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ട് 10 രൂപ കിട്ടുന്ന ഒരു ഓഫറാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്, ഒരു ലൂട്ട് ക്യാമ്പയിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലൂട്ട് ക്യാമ്പയിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അധികം സമയങ്ങളിൽ ആപ്ലിക്കേഷൻ റിവ്യൂലോട്ട് പോകാം. ആപ്ലിക്കേഷൻ റിവ്യൂലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണം ഓൾ എന്ന് വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാടുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഡെയിലി കയറി നോക്കിയാൽ മതി. നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ചിലവർക്കൊക്കെ അറിയുണ്ടായിരിക്കും. എം ഗെയിമർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അതായത് ആപ്ലിക്കേഷൻ്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ആ ഏരോ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഏകദേശം ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് വെച്ചിട്ട് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. പഴയ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യാം. പിന്നെ നമുക്ക് ട്രൂ കോളർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാമെന്നൊക്കെ ഒരു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തിരിക്കുക. മെയിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും, ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് റഫറൽ കോഡ് എൻ്റർ ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതായത് ഇൻപുട്ട് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ റഫറൽ കോഡ് എൻ്റർ ചെയ്യാവുന്നതാണ്. റഫറൽ കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റഫറൽ കോഡ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് റഫറലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തെടുക്കാൻ നിൽക്കരുത്. നമ്മുടെ അക്കൗണ്ട് ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുതരാം. അൺലിമിറ്റഡ് ആയിട്ട് കോയിൻ ഏൺ ചെയ്യാനായിട്ട് നമുക്കിതിൽ കുറേ ടാസ്ക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമുക്കിതിൽ ഒരു ടാസ്ക് ഓഫർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതുകൂടാതെ നമുക്കിതിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാവുന്നതാണ്. അതൊന്നും ഞാൻ അതിൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എങ്ങനെ കോയിൻ ഏൺ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ടാസ്ക് ഓഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, AD ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്യുക. ആ ഭാഗത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ടാസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ സ്പോട്ട് ദ ഡിഫറൻസ്, അതായത് നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സ്പോട്ട് ദ പിഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതായത് ഇങ്ങനത്തെ ഓഫർ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സ്പോട്ട് ദ സ്നേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ ആ പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ വേറൊരു ബ്രൗസറും കൂടി ആവശ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ വെബ്സൈറ്റിൽ എത്തിയതിനു ശേഷം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുകളിൽ തന്നെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഏറ്റവും താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം. നമുക്ക് സ്റ്റാർട്ട് ക്വിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്വിസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ബ്രൗസറിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ബ്രൗസർ കൂടി ആവശ്യമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വിയ ബ്രൗസർ പറഞ്ഞാൽ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏകദേശം 1 MB 2 MB സൈസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് അടിച്ചു കൊടുക്കുക. അതായത് സ്പോട്ട് ദ പിഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. അതായത് സ്പോട്ട് ദ പിഗ് ആൻസേഴ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വരുന്നതായിരിക്കും. അതായത് വേറൊരു വെബ്സൈറ്റിൽ ആൻസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലുള്ള ആൻസർ തന്നെയാണ്, അതിലുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തന്നെയാണ് ഇവിടെ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 70 കോയിൻ നമുക്ക് നമ്മുടെ എം ഗെയിമർ വാലറ്റിലോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിയ ബ്രൗസറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ പിക്ചറിനുള്ള ആൻസർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കോയിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റിനും കൃത്യമായിട്ട് തന്നെ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിയ ബ്രൗസർ വഴി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആൻസറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്.
അപ്പോൾ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പ്രക്രിയയാണ്. അതായത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്പീഡിൽ ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിട്ട് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 100% ആൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 70 കോയിൻ നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആയത്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഏകദേശം 50 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 126 കോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കോയിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് 70 കോയിൻ ആഡ് ആയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ടാസ്ക് ഓഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, AD ടാസ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള അതായത് സ്പോട്ട് ദ പിഗ്, സ്പോട്ട് ദ സ്നേക്ക്, അങ്ങനത്തെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏൺ ചെയ്ത കോയിൻ എങ്ങനെ വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ റിവാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റിവാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടിഎമ്മിലോട്ട് വേണമെങ്കിൽ പേടിഎമ്മിലോട്ട്, ആമസോൺ വൗച്ചർ ആണെങ്കിൽ ആമസോൺ വൗച്ചർ, പിന്നെ ഫ്ലിപ്കാർട്ട് വൗച്ചർ ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സാധനം അതായത് ഗൂഗിൾ പേ റെഡീം കോഡൊക്കെ നമുക്ക് ഇതിൽ റെഡീം ചെയ്തെടുക്കാം. പിന്നെ ഫ്രീ ഫയർ ഡയമണ്ട് വേണമെങ്കിൽ ഫ്രീ ഫയർ ഡയമണ്ടും നമുക്ക് റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. 24 മണിക്കൂറിനുള്ള പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടാസ്ക് മാത്രമല്ല വീഡിയോസ് കണ്ടിട്ടും സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടും ഗെയിംസ് കളിച്ചിട്ടൊക്കെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ നമ്മുടെ റഫറൽ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ റഫറൽ കോഡ് മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ ഇൻവൈറ്റിന് നമുക്ക് 350 കോയിൻ വെച്ച് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ പേടിഎം വാലറ്റിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.